നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. അച്ചടക്കം വർദ്ധിപ്പിക്കുക. നല്ല തയ്യാറെടുപ്പോടെ മുന്നോട്ട് പോകുക. സമ്മിശ്ര സാഹചര്യങ്ങൾ നിലനിൽക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി അർപ്പണബോധമുള്ളവരായിരിക്കുക. കുടുംബാംഗങ്ങളെ അവഗണിക്കുന്നത് ഒഴിവാക്കുക. അപരിചിതരോട് ജാഗ്രത പാലിക്കണം. സംഭാഷണങ്ങളിൽ ക്ഷമ കാണിക്കുക. പഠനവും ഉപദേശവും നൽകി മുന്നോട്ട് പോകുക. സംഘടനയിൽ വിശ്വാസം നിലനിർത്തണം. ആരോഗ്യ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. തൊഴിൽപരമായ കാര്യങ്ങളിൽ തിടുക്കം ഒഴിവാക്കുക. യാത്രാ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇടവം രാശി. നിങ്ങളുടെ പദ്ധതികളിൽ വേഗത നിലനിർത്തുക. വ്യാവസായിക കാര്യങ്ങൾ പുരോഗമിക്കും. സുഹൃത്ത് ബന്ധങ്ങളിൽ വിജയം കൈവരിക്കും. വ്യക്തിപരമായ പെരുമാറ്റം ശ്രദ്ധിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായി തുടരും. പ്രൊഫഷണലിസത്തിന് ഊന്നൽ നൽകുക. സഹകരണത്തിലും സഹവർത്തിത്വത്തിലും വളർച്ചയുണ്ടാകും. ഭൂമി, കെട്ടിടം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. ജീവിത പങ്കാളി വിജയം കൈവരിക്കും. മിഥുനം രാശി. പ്രധാനപ്പെട്ട ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഊന്നൽ നൽകുക. സേവന മേഖലയിൽ ശ്രദ്ധിക്കുക. കരിയറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. പോസിറ്റീവ് ചിന്താഗതിയോടെ ജോലിയെ സമീപിക്കുക. പ്രൊഫഷണലിസം നിലനിർത്തുക. കഠിനാധ്വാനത്താൽ എല്ലാവരെയും സ്വാധീനിക്കും. ഉത്സാഹത്തോടെ ഇരിക്കുക. യുക്തിക്കും വസ്തുതകൾക്കും ഊന്നൽ നൽകുക. സംഘടനയിലുള്ള വിശ്വാസം വർദ്ധിക്കും. നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുക. അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടുക. ചെലവുകൾ ശ്രദ്ധിക്കുക. മുൻകാല ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വന്നേക്കാം. കർക്കിടകം രാശി. വിദ്യാഭ്യാസവും പരിശീലനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. സുഹൃത്തുക്കളിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കും. വിശ്വാസം നിലനിർത്തുക. പ്രിയപ്പെട്ടവരുമായി വിനോദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ താൽപ്പര്യം കാണിക്കുക. അധ്യാപനത്തിലും പഠനത്തിലും മികവ് പുലർത്തും. പ്രിയപ്പെട്ടവരുമായുള്ള അടുപ്പം വർദ്ധിക്കും. കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. അത്യാവശ്യ ജോലികൾ വൈകുന്നത് ഒഴിവാക്കുക. ബുദ്ധിയും കലാപരമായ കഴിവുകളും എല്ലാവരെയും സ്വാധീനിക്കും. ചിങ്ങം രാശി. സ്വാർത്ഥത ഒഴിവാക്കുക. ജോലിയിലും ബിസിനസ് ഇടപാടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ അനുകൂലമായി മാറും. കാര്യനിർവഹണത്തിനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. കുടുംബകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കുക. പ്രിയപ്പെട്ടവരുടെ ഉപദേശം മാനിക്കുക. ജോലികൾ ഉടൻ പൂർത്തിയാക്കുക. രക്തബന്ധങ്ങൾ ദൃഢമാകും. കുടുംബൈക്യം നിലനിൽക്കും. വസ്തു വാഹന സംബന്ധമായ കാര്യങ്ങൾ പരിഹരിക്കും. അമിതമായ ഉത്സാഹവും ദേഷ്യവും ഒഴിവാക്കുക. വൈകാരിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ബന്ധങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക. ശാഠ്യം, അക്ഷമ, അഹങ്കാരം എന്നിവ ഒഴിവാക്കുക. കന്നിരാശി. മത്സരശേഷി നിലനിർത്തുകയും നല്ല സ്വാധീനമുണ്ടാക്കുകയും ചെയ്യും. സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുക. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറാൻ ശ്രമിക്കുക. വാണിജ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കാണിക്കും. ബന്ധുക്കളുമായുള്ള സഹകരണം വർദ്ധിക്കും. ബന്ധങ്ങളിലെ ആശയവിനിമയം പോസിറ്റിവിറ്റി കൊണ്ടുവരും. നല്ല ഫലങ്ങളോടെ ഉത്സാഹത്തോടെ തുടരുക. സാമൂഹിക കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. മുതിർന്നവരെ ബഹുമാനിക്കുക. നല്ല വാർത്തകൾ ലഭിക്കും. വാണിജ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തുടരും. പങ്കാളിത്തം വിശ്വസനീയമാകും. ധൈര്യം പ്രകടിപ്പിക്കുക. ആവേശത്തോടെ മുന്നോട്ടു പോകുക. തുലാം രാശി. സാമ്പത്തിക കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. കുടുംബത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സൃഷ്ടിക്കപ്പെടും. ജീവിത നിലവാരം ഉയരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രക്തബന്ധങ്ങൾ ദൃഢമാകും. വൈകാരിക നിയന്ത്രണം നിലനിർത്തും. ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുണ്ടാകും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. സമ്പാദ്യം വർദ്ധിക്കും. പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കുക. ബാങ്ക് ഇടപാടുകൾ വേഗത്തിലാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. പ്രതിബദ്ധതകൾ നിലനിർത്തുക. വൃശ്ചികം രാശി. മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ക്രിയാത്മകമായ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. നേട്ടങ്ങളിലും പുരോഗതിയിലും സന്തോഷമുണ്ടാകും. വെല്ലുവിളികൾ സ്വാഭാവികമായും പരിഹരിക്കപ്പെടും. വ്യക്തിപരമായ കാര്യങ്ങൾ മെച്ചപ്പെടും. ബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ കാണും. ഭരണപരവും കാര്യനിർവഹണപരവുമായ ജോലികൾ പൂർത്തീകരിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. വിശ്വാസം നേടിയെടുക്കും. കലാപരമായ കഴിവുകൾ മെച്ചപ്പെടും. വ്യാപാരത്തിലും വാണിജ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. കുടുംബകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. സംവേദനക്ഷമത വർദ്ധിക്കും. ധനുരാശി. അവസരങ്ങളോട് ഉചിതമായി പ്രതികരിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. ജ്ഞാനത്തോടും ഉപദേശത്തോടും കൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ധാർമ്മികതയ്ക്കും നീതിക്കും ഊന്നൽ നൽകുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സഹകരണ മനോഭാവം വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. വിവേകത്തോടെ മുന്നോട്ട് പോകുക. തിടുക്കം ഒഴിവാക്കുക. ബന്ധങ്ങളിൽ ബഹുമാനം നിലനിർത്തുക. ബജറ്റ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ പുരോഗതി ഉണ്ടാകും.
ഉത്സാഹം നിലനിർത്തുക. തന്ത്രപരമായ ചിന്തകളും വിപുലീകരണ പദ്ധതികളും വർദ്ധിക്കും. അടുത്ത ആളുകളിൽ നിന്ന് ഉപദേശം തേടുക. അനായാസം പ്രവർത്തിക്കുക. മകരം രാശി. വിവിധ വിഷയങ്ങളിൽ പോസിറ്റിവിറ്റിക്ക് ആക്കം കൂടും. മത്സരത്തിൽ മികവിനായി പരിശ്രമിക്കുക. പുതിയ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. സാമ്പത്തിക അവസരങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കും. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനമുണ്ടാകും. പ്രധാനപ്പെട്ട ജോലികൾ പുരോഗമിക്കും. ജോലി വിപുലീകരിക്കാൻ താൽപ്പര്യം കാണിക്കുക. മത്സര മനോഭാവം നിലനിർത്തണം. കരിയറിലും ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവരോടും ഒപ്പം ചേർന്ന് മുന്നേറുക. തടസ്സങ്ങൾ തരണം ചെയ്യും. ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരിക്കും. കുംഭം രാശി. ജോലിയിലും ബിസിനസ്സിലും വേഗത നിലനിർത്തും. വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ചർച്ചകളിൽ പങ്കെടുക്കുക. സ്ഥാനമാനങ്ങളും ബഹുമാനവും ലഭിക്കും. അനുകൂല നിർദ്ദേശങ്ങൾ ലഭിക്കും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പോസിറ്റിവിറ്റി വർദ്ധിക്കും. തൊഴിൽ സാധ്യതകൾ വികസിക്കും. അച്ചടക്കം പാലിക്കുക. സംഘടനയെ ബഹുമാനിക്കുക. ചർച്ചകളിൽ വിജയമുണ്ടാകും. സന്തോഷവും സൗകര്യങ്ങളും വർദ്ധിക്കും. പിതൃകാര്യങ്ങൾ അനുകൂലമായി നിലനിൽക്കും. സഹകരണവും സംഭാഷണവും മെച്ചപ്പെടുത്തുക. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ബഹുമാനം കാണിക്കണം. മീനം രാശി. തൊഴിൽപരമായ ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. എല്ലാ മേഖലകളിലും ഫലപ്രദമായ പ്രകടനം നിലനിർത്തുക. കലാപരമായ കഴിവുകളിൽ വളർച്ചയുണ്ടാകും. ഭാഗ്യത്തിൽ നിന്ന് പ്രയോജനം നേടുക. അനുകൂലമായ അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്തുക. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും. ജനങ്ങളുടെ വിശ്വാസം നേടുക. സൗഹൃദവും സുഹൃത്തുക്കളിൽ നിന്നുള്ള പിന്തുണയും വർദ്ധിക്കും. ബിസിനസ്സിൽ ചലനാത്മകത നിലനിർത്തുക. ആത്മവിശ്വാസം നിലനിൽക്കും. വിവിധ ജോലികൾ സംഘടിപ്പിക്കും. സംഭാഷണങ്ങൾ വിജയിക്കും. മുതിർന്നവരുടെ സാന്നിധ്യം ഗുണം ചെയ്യും. വിശ്വാസവും ആത്മീയതയും വർദ്ധിക്കും.